നമസ്കാരം. അമേരിക്കൻ ഫെഡറൽ മേഖലയിൽ മറ്റൊരു കൂട്ടപ്പിരിച്ചുവിടലിനൊരുങ്ങി ട്രംപ് ഭരണകൂടം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെറ്ററൻസ് അഫയേഴ്സിൽ നിന്നാണ് ഇത്തവണ കൂട്ടമായി ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 80,000-ൽ അധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൈനികരായിരുന്ന ആളുകളുടെ ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ളവ ഉറപ്പാക്കുന്നതിനുള്ള വകുപ്പാണ് വെറ്ററൻസ് അഫയേഴ്സ്. വെറ്ററൻസ് അഫയേഴ്സ് മേധാവി ക്രിസ്റ്റഫർ സിറേക്കാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിലെ നിർദ്ദേശം അനുസരിച്ച് വെറ്ററൻസ് അഫയേഴ്സ് വകുപ്പിലെ ജീവനക്കാർ 2019 എത്രയായിരുന്നോ ഈ എണ്ണത്തിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. 2019 4 ലക്ഷം ആളുകളാണ് ഈ വകുപ്പിന് കീഴിൽ ജോലി ചെയ്തിരുന്നത്. ഇതനുസരിച്ച് 82,000 ആളുകൾക്ക് ഇപ്പോൾ ജോലി നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. വെറ്ററൻസ് അഫയേഴ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കായി ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പുമായി ജീവനക്കാർ സഹകരിക്കണമെന്നാണ് ക്രിസ്റ്റഫർ സിറേക്ക് പുറത്തിറക്കിയിട്ടുള്ള അറിയിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രംപിന്റെ ഭരണകൂടത്തിന് കീഴിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള കൂട്ടപ്പിരിച്ചുവിടലുകളിൽ ഏറ്റവും അധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് ഈ വകുപ്പിലായിരിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. US-ൽ ഏറ്റവും അധികം ജനപ്രീതി സ്വന്തമാക്കിയിട്ടുള്ള വകുപ്പാണ് വെറ്ററൻസ് അഫയേഴ്സ്. ഇതിൽ നിന്നും കൂട്ടമായി ആളുകളെ പിരിച്ചുവിടുന്നതിനെതിരെ സൈനിക ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മകളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്ന ജീവനക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം ഗവൺമെന്റ് ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടുന്നത്. ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേശകനുമായ ഇലോൺ മസ്കും കൂടിച്ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നാണ് സൂചന. ഇതുവരെയുള്ള കണക്ക് അനുസരിച്ച് ഫെഡറൽ മേഖലയിൽ നിന്ന് 25,000 ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് കനത്ത തിരിച്ചടി കോടതി നൽകിയിരുന്നു. സർക്കാരിന്റെ ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും പദ്ധതിക്കാണ് ഫെഡറൽ കോടതി അന്ന് തടയിട്ടത്. US ജില്ലാ ജഡ്ജി വില്യം സൽസപ്പാണ് ഉത്തരവിറക്കിയത്. പ്രതിരോധ വകുപ്പുകൾ ഉൾപ്പെടെ വിവിധ ഫെഡറൽ ഏജൻസികളിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടത്താൻ ട്രംപ് അനുമതി നൽകിയിരുന്നു. US ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിന് ഫെഡറൽ ഏജൻസികളോട് ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു. ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശിക്കാനാവില്ലെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ കോടതി നിരീക്ഷിച്ചു. പ്രൊബേഷണറി ജീവനക്കാരെയും ഇത്തരത്തിൽ പിരിച്ചുവിടാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി.